ഹായ് ഇറ്റ്സ് എ ക്രിപ്റ്റോ മച്ചാൻ. ഈ ഒരു വീഡിയോയിൽ ബിറ്റ്കോയിൻ്റെ അടുത്ത ഷോർട്ട് ടൈം അപ്ഡേറ്റ് എന്താണെന്ന് 2 മിനിറ്റുള്ളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ലോങ് ടൈം അപ്ഡേറ്റിന് ഒരു മാറ്റമില്ല. നിങ്ങൾക്ക് ബിറ്റ്കോയിനിൽ ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രി പോയിന്റുകൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അത് കാണാത്തവർ അത് പോയി കാണുക. ഷോർട്ട് ടൈം എൻട്രിയുടെ അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഏകദേശം ഷോർട്ട് ടൈമിൽ എൻട്രി ചെയ്യാനായിട്ട് വീഡിയോ ചെയ്തത് ഏകദേശം ഈ ഒരു റേഞ്ചിലായിരുന്നു. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ നിന്നായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തത്. സോ നമ്മൾ പറഞ്ഞത് 2 എൻട്രി പോയിന്റുകളായിരുന്നു. സോ 2 എൻട്രി പോയിന്റിലെ രണ്ടാമത്തെ എൻട്രി ആയിരുന്നു ട്രിഗർ ആയിട്ടുള്ളത്. ഇപ്പോൾ ആദ്യത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങനെ വന്നു, ഇതിനുശേഷം ഇവിടുത്തെ ഒരു കൺസൾട്ടേഷൻ തന്ന് ഒരു ബ്രേക്ക് ഔട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മാത്രം എൻട്രി ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. സമയം എടുത്തിട്ട് വരുന്ന കൺസൾട്ടേഷൻ. പക്ഷേ സംഭവിച്ചത് രണ്ടാമത്തെ സിനാറിയാണ്. അതായത് ഇവിടുന്ന് ഇങ്ങനെ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് ആയിരുന്നു കിട്ടിയത്. പക്ഷേ ആ രണ്ടാമത്തെ എൻട്രി റിസ്കി ട്രേഡ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ബ്രേക്ക് ഔട്ട് കിട്ടിയതിന് ശേഷം 69 വരെ പോകും. 69ൽ നിന്ന് ഒരു വീക്ക്നെസ് കാണിച്ച് താഴോട്ട് വരും ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ഏകദേശം 68-400 വരെ പോയതിനു ശേഷം പെട്ടെന്ന് നമ്മളുടെ എം ഡി ഗോക്സിൻ്റെ ഫണ്ടമെൻ്റൽ പരമായിട്ട് ഒരു റീഫണ്ടിൻ്റെ ഒരു പാനിക് ന്യൂസ് വന്നത് ഈ ഒരു റേഞ്ചിൽ വന്നപ്പം ഇവിടുന്ന് നല്ലൊരു സെൽ ഓഫ് ആയിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. സോ ഇനി എന്താണ് നെക്സ്റ്റ് മൂവ്മെൻറ്റ് എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഷോർട്ട് ടൈം അപ്ഡേറ്റ്. ഓക്കെ, സോ നമുക്ക് ഇപ്പോഴും മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇവിടുന്ന് കിട്ടിയ, അതായത് ഇവിടുന്ന് കിട്ടിയ ഈ ഒരു ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ സെൽ ഓഫിന് ശേഷം നമുക്ക് കിട്ടിയ ഒരു കൺസൾട്ടേഷന് ശേഷമുള്ള ഒരു സെക്കൻഡ് കൺസൾട്ടേഷനാണ്. സോ ഇവിടുന്ന് തീർച്ചയായിട്ടും നമുക്കൊരു ബ്രേക്ക് ഔട്ട് ടൈം എടുത്ത് കിട്ടുന്ന ഒരു കൺസൾട്ടേഷന് ശേഷം വരുന്ന ബ്രേക്ക് ഔട്ടിൽ നമുക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. ടാർഗറ്റായിട്ട് നമുക്ക് 71 എന്നുള്ള റേഞ്ച് വയ്ക്കാം. പക്ഷേ അങ്ങനെയാണ് മാർക്കറ്റിൽ. സോ നിങ്ങൾക്ക് അതുകൊണ്ട് പഴയ റേഞ്ചിൻ്റെ ഹൈയിൽ നിങ്ങൾക്ക് ബ്രേക്ക് ഔട്ട് ഏരിയ ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതായത് ഈ ഒരു 68-300 മുകളിൽ 4 ഹവറിൽ നല്ല രീതിയിൽ ഒരു ബ്രേക്കും ക്ലോസും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൺസിഡർ ചെയ്യാം. പക്ഷേ മാർക്കറ്റിൽ ഒരുപാട് തരത്തിലുള്ള ഫിയറുകളുണ്ട്. ഒരുപാട് തരത്തിലുള്ള ഫണ്ടമെൻ്റലായിട്ട് കുറച്ച് ന്യൂസുകൾ നെഗറ്റീവാണ് മാർക്കറ്റിൽ ഉണ്ടാവുന്നത്. സോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങനെ തന്നെ ബിറ്റ്കോയിൻ ഒരു സൈഡ് വേ മാർക്കറ്റിലോട്ട് പോകാനാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇവിടുന്ന് തിരിച്ച് താഴോട്ട് വരിക, അങ്ങനെ ഒരു റേഞ്ചിൽ നിന്നുള്ളൊരു കളിയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ അങ്ങനൊരു സിനാരിയോ ഉണ്ടായത് കൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത സപ്പോർട്ട് സോണുകൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. 63-700 എന്ന് പറയുന്നതാണ് ഷോർട്ട് ടൈമിലെ അടുത്ത മൈനർ സപ്പോർട്ട് എന്ന് പറയുന്നത്. മേജർ സപ്പോർട്ട് ഷോർട്ട് ടൈമിലോട്ടുള്ളത് 61-600 എന്ന് പറയുന്നതാണ്. ഈ രണ്ട് റേഞ്ചിലും നിങ്ങൾക്ക് ബിറ്റ്കോയിൻ ഷോർട്ട് ടൈമിലോട്ട് വാങ്ങാവുന്നതാണ്. സോ ഈ റേഞ്ചുകൾ പരിഗണിക്കുക. ഈ റേഞ്ചിൽ വന്നിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് മാത്രം എൻട്രി ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നോക്കാം ബ്രേക്ക് ഔട്ട് ആണോ അതല്ലെങ്കിൽ ഇവിടുന്ന് തിരിച്ച് ഈ ഒരു റേഞ്ചിൽ കിടന്ന് എത്രത്തോളം ഈ റേഞ്ചിൽ കിടന്ന് കളിക്കുന്നോ അത്രത്തോളം അടുത്ത മൂവ്മെൻറ്റിന് മാർക്കറ്റ് സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത് ഷോർട്ട് ടൈമിലോട്ട്. സോ നമുക്ക് നോക്കാം. അതാണ് ഷോർട്ട് ടൈമിലോട്ടുള്ള തരാനുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് അടുത്ത എത്തേറിയത്തിൻ്റെ അപ്ഡേറ്റ് നോക്കാം. എത്തേറിയത്തിൽ ഈ വീക്കിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ETF ലോഞ്ചായി എന്നുള്ളതാണ്. സോ ETF ന്യൂസ് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ETF ലോഞ്ച് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു കറക്ഷൻ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സോ എത്തേറിയം മാർക്കറ്റിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ 10% കറക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ചാർട്ടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും വോളിയം നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും ഒരു അപ്സൈഡിലോട്ടുള്ള ഒരു വീക്ക്നെസ് ആണ് കാണിക്കുന്നത്. സോ ഫർദർ മാർക്കറ്റിൽ എത്തേറിയം മാർക്കറ്റിൽ ഒരു ഡൗൺ സൈഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തുകൊണ്ട് ETF എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഒരു ബുള്ളിഷ് ന്യൂസ് ആയിട്ട് എന്തുകൊണ്ട് ഡൗൺ ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള റീസൺ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. ETF എന്ന് പറഞ്ഞാൽ ഒരു ETF ന്യൂസ് എന്ന് പറഞ്ഞാൽ ലോങ് ടൈമിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ന്യൂസ് തന്നെയാണ്. പക്ഷേ ഷോർട്ട് ടൈം നോക്കുകയാണെങ്കിൽ ഒരു 2-3 വീക്ക് എന്ന് പറയുന്നത് ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. അതിനുശേഷം മാത്രമേ അപ്സൈഡ് തരുത്തുള്ളൂ. റീസൺ എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് ബിറ്റ്കോയിൻ്റെ ETF ലോഞ്ചിങ് സമയം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ബിറ്റ്കോയിൻ ഏകദേശം 22% കറക്ഷൻ സംഭവിച്ചതിന് ശേഷമാണ് പിന്നീട് 90% മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്. സോ അതിനുള്ള റീസണും എത്തേറിയത്തിലും ഇപ്പോൾ നടക്കുന്ന ഈ ഒരു കറക്ഷൻ ആദ്യത്തെ ഈ ഫസ്റ്റ് 2-3 വീക്കിലുള്ള ഈ ഒരു കറക്ഷൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഗ്രേ സ്കെയിൽ എന്ന് പറയുന്ന ആ ഒരു വലിയ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ കയ്യിൽ ഏകദേശം 11 ബില്യൺ വാല്യുവേഷനുള്ള എത്തേറിയം അവരുടെ കയ്യിലുണ്ട്. ആ ഒരു ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ അതിനകത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൽ നിന്നുള്ള ഓവർ ഡിമാൻഡ് കാരണം ഓവർ ദ ടൈം, അതായത് പണ്ട് 2016-17 തൊട്ടാവണം ഓവർ ദ ടൈം ഈ ഗ്രേ സ്കെയിൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി ഒരുപാട് എത്തേറിയം അക്കുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ടൈമിൽ അക്കുമുലേറ്റ് ചെയ്ത എത്തേറിയം ഈ ഒരു ETF ലോഞ്ച് ആയ സമയത്ത് അവർക്ക് സെല്ല് ചെയ്ത് കളയാനുള്ള ഒരു ലിക്വിഡിറ്റി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. സോ തീർച്ചയായും അവർ മാർക്കറ്റിൽ സെല്ല് ചെയ്ത് കളയും. സോ
അങ്ങനെ ഉണ്ടായത് കൊണ്ടാണ് മാർക്കറ്റിൽ ഈ ഒരു ETF-ന് ശേഷം ഈ ഒരു ഷോർട്ട് ടൈമിലോട്ട് മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുന്നത്. സോ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു ഇപ്പം ഇതുവരെയുള്ള നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലാണ് മാർക്കറ്റിൽ ഗ്രേ സ്കെയിലിൽ നിന്ന് ഔട്ട്ഫ്ലോ ഉണ്ടാകുന്നത്. സോ വരുന്ന ദിവസങ്ങളിലും ഈ ഒരു സെല്ലിംഗ് പ്രഷർ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. മാർക്കറ്റിൽ കൂടുതൽ കറക്ഷൻ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ 2900 2800 എന്ന് പറയുന്ന റേഞ്ചിൽ ഞാൻ നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ ബൈ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ പോയി ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ലോങ് ടൈമിലോട്ടും ഷോർട്ട് ടൈമിലോട്ടും ആ ഒരു റേഞ്ചിൽ നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പം എനിവേ അതാണ് ഒരു എത്തേറിയത്തിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. എത്തേറിയത്തിൽ നിങ്ങൾ ഷോർട്ട് ടൈമിലോട്ട് എൻട്രി എടുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. കാര്യം എത്തേറിയം ഭയങ്കരമായിട്ട് ഒരു വീക്ക്നെസ് ആണ് കാണിക്കുന്നത്. സോ കുറേ പേര് ചിന്തിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബിറ്റ് കോയിനിൽ ഷോർട്ട് ടൈമിൽ പറഞ്ഞ പോലെ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഓക്കെ ബിറ്റ് കോയിനിൽ നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷ് മൊമെൻറ്റം കാണിച്ചു കഴിഞ്ഞാൽ എത്തേറിയതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു. സോ അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. ബിറ്റ് കോയിൻ നല്ല രീതിയിൽ ഒരു മൊമെൻറ്റം കാഴ്ചവെക്കും. പക്ഷേ എത്തേറിയം എന്ന് പറയുന്നത് ഒരു ഒരു വീക്ക്നെസ് ആയിരിക്കും കാണിക്കുന്നത്. അതായത് ഒരു റേഞ്ച് കാണിച്ചിട്ട് ബിറ്റ് കോയിൻ വീണ്ടും സൈഡ് വേ ആവുന്ന സമയത്ത് വീണ്ടും ഡൗൺ ആവുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ വീഴുന്ന ആക്കത്തെ കുറയ്ക്കാൻ മാത്രമേ സഹായിക്കത്തുള്ളൂ. മെയിൻ സിനാരോ ഡൗൺ സൈഡ് തന്നെ ആയിരിക്കും എത്തേറിയത്തിൻ്റെത് ബിറ്റ് കോയിനിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിലും. പക്ഷേ ബിറ്റ് കോയിനിൽ ഞാൻ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ബിറ്റ് കോയിൻ ഈ ഒരു 2-3 വീക്ക് നെക്സ്റ്റ് 2-3 വീക്ക് ഒന്നെങ്കിൽ ഈ ഒരു സൈഡ് വേക്ക് അകത്ത് നിന്ന് കളിച്ചിട്ട് നമ്മൾ 4 hourൽ പറഞ്ഞ പോലെ ഈ ഒരു സൈഡ് വേക്ക് അകത്ത് നിന്ന് കളിച്ചിട്ട് ഈ ഒരു റേഞ്ചിൽ അതായത് 61-600 ഈ ഒരു റേഞ്ചിൽ കടന്ന് കളിക്കാനാണ് ഈ ഒരു 2-3 വീക്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, നമുക്ക് പക്ഷേ പ്രിഡിക്റ്റ് ചെയ്യാൻ 100% ആർക്കും പറ്റത്തില്ല, തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഈ ഒരു റേഞ്ച് ഈ ഒരു കീ ലെവലുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അവിടെ വരുന്നതനുസരിച്ച് നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതാണ് ബിറ്റ് കോയിൻ്റെയും എത്തേറിയത്തിൻ്റെയും അപ്ഡേറ്റ് എന്ന് പറയുന്നത്. സോ ലോങ് ടൈമിലോട്ട് നിങ്ങൾക്ക് എത്തേറിയം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എത്തേറിയം ഞാൻ പറഞ്ഞ 2900 2800 റേഞ്ചിൽ വാങ്ങിക്കാം. ഇപ്പോഴത്തെ റേഞ്ചിലും വാങ്ങിക്കാം. പക്ഷേ നിങ്ങൾ ഇടാൻ പോകുന്ന ഫണ്ടിൻ്റെ ഒരു 10-20% വാങ്ങിക്കുക. ബാക്കിയുള്ളതെല്ലാം താഴോട്ട് ഓരോ ഡിപ്പിൽ നിങ്ങൾ അക്കുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ലോങ് ടൈമിലോട്ട്. സോ ഒരു 2-3 വീക്ക് കഴിഞ്ഞിട്ട് നമ്മളുടെ എത്തേറിയം ETF-ലോട്ട് കൂടുതൽ ഇൻഫ്ലോ വരും. അതനുസരിച്ച് ആ ഒരു ETF-ഉമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹൈപ്പ് ഉണ്ടാവുകയും പിന്നീട് മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം, ബിറ്റ് കോയിൻ ETF-ലേക്ക് ഒഴുകിയിരുന്ന അതേ നിലവാരത്തിലുള്ള USD എത്തേറിയത്തിലേക്ക് വരുന്ന ആഴ്ചകളിൽ എത്തുന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ ETF-ഉമായി താരതമ്യപ്പെടുത്തുമ്പം എത്തേറിയത്തിൻ്റെ വിലയുടെ സ്വാധീനം 200%-ഓളം കൂടുതലായിരിക്കും. കാരണം എന്ന് വെച്ചാൽ എത്തേറിയം മാർക്കറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ബിറ്റ് കോയിനേക്കാൾ 3 times ചെറുതാണ്. സോ ചെറിയ രീതിയിലുള്ള പൈസ പോലും ബിറ്റ് കോയിനിൽ ഉണ്ടായതിനേക്കാൾ വലിയ രീതിയിലുള്ള ചേഞ്ചസുകൾ എത്തേറിയത്തിൽ ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഈ ഷോർട്ട് ടൈമിലോട്ട് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു കറക്ഷൻ ഉണ്ടല്ലോ, അതായത് ഗ്രേ സ്കെയിലിൻ്റെ സെല്ലിംഗ് പ്രഷർ കാരണം ഉണ്ടാകുന്ന ഈ ഒരു കറക്ഷൻ ഒഴിവാക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗ്രേ സ്കെയിലിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ഈ ഒരു ഔട്ട്ഫ്ലോ ബാക്കിയുള്ള ETF-ൽ അതിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഇൻഫ്ലോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതായത് ഒന്നുമില്ല, സെല്ല് ചെയ്യുന്നതിനെ കവർ ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള അതിൻ്റെ ഇരട്ടി ബൈങ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല സ്മൂത്തായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നതായിരിക്കും. നമുക്ക് നോക്കാം വരുന്ന ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഡേറ്റ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്.